ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ വ്ളോഗ് പുതിയ വ്ളോഗാണ്. മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്നടിച്ചാലേ ഇപ്പോൾ എൻ്റെ വ്ളോഗ് ലഭിക്കൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ വ്ളോഗ് മലബാരി വ്ളോഗ് ബൈ യൂസഫ് എന്ന വ്ളോഗ് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഒരു വ്ളോഗ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് പൊതുജന താൽപര്യാർത്ഥം പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രോളിങ് ശക്തമായിരിക്കുകയാണല്ലോ നമ്മളുടെ നാടുകളിൽ. ഈ സാഹചര്യത്തിൽ നമ്മുടെ മാർക്കറ്റുകളിലെത്തുന്ന മീനുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അഥവാ അമിതമായ അളവിൽ രാസവസ്തുക്കളും ഫോർമാലിനും മറ്റും അടങ്ങിയിട്ടുള്ള മീനുകളാണ് നമ്മുടെ നാടുകളിലെ മാർക്കറ്റുകളിൽ എത്തുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതായ വിവരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കൊല്ലം ജില്ലയിൽ പലയിടങ്ങളിലും അതിഗൗരവമായ രോഗങ്ങളെ കൊണ്ട് അഥവാ വയറിളക്കവും ഛർദിയും അതിമൂലം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ധാരാളമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കൊല്ലം ജില്ലയിൽ നല്ല മത്സ്യം ഉണ്ടാകുമ്പോൾ പോലും, ഇത് കൊല്ലം ജില്ലയിലെ മാത്രം ഒരു സംഭവമല്ല, നല്ല മീനുകൾ ഉണ്ടാകുമ്പോൾ പോലും ആ മീനുകളൊന്നും അവിടെ ലഭിക്കാറില്ല. മറിച്ച് പുറത്തു നിന്ന് ട്രെയിനുകളിലും ലോറികളിലും എത്തുന്ന ഏതോ കാലത്ത് ഇടകി അഥവാ മുഴുവനും എല്ലും തോലുമായി എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം ഫ്രീസറിൽ കിടന്ന് വേണ്ടത്ര ശീതീകരിക്കാത്ത രീതിയിലുള്ള വൃത്തിഹീനമായ പരിസരങ്ങളിലും അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഈ ഫ്രിഡ്ജുകളിലും ഒക്കെ കിടന്ന് പഴകിയ ആ മീനുകളാണ് യഥാർത്ഥത്തിൽ ഈ കൊല്ലം ജില്ലയിലൊക്കെ എത്തിച്ച് വിൽക്കുന്നത്. മറിച്ച് അവിടെ നിന്ന് വരുന്ന പുതിയ മീനുകളാവട്ടെ അപ്പോൾ തന്നെ ശീതീകരിച്ചുകൊണ്ട് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേ എന്തു ചെയ്യാനാവും? അപ്പോൾ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഏതാണ് നല്ല മീൻ ഏതാണ് ചീത്ത മീൻ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ കഴിയുകയുള്ളൂ. അതാണ് എന്ന് പറഞ്ഞാൽ ചെകളകളിൽ 3 തരം നിറങ്ങളുണ്ട്. നല്ല ചുവപ്പാണ് എങ്കിൽ അത് പുതിയ മീനാണെന്ന് മനസ്സിലാക്കാം. അതല്ല ഒരു തവിട്ട് കാപ്പി കളർ നിറത്തിലുള്ളതാണെങ്കിൽ അതിന് ചെറിയ പരുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കറുപ്പ് നിറമാണെങ്കിൽ അത് ഏതോ കാലത്തുള്ള ഈ പറയുന്നത് പോലെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ലാതെ ഉപയോഗിക്കപ്പെടുന്ന മീനുകളാണ്. അതുകൊണ്ട് അത് എത്ര ആളുകൾക്ക് അറിയാം. മാത്രമല്ല വിപണിയിൽ ഈ കൃത്രിമത്വം നടത്തുന്നതിന് വേണ്ടി ഈ കച്ചവടക്കാർക്ക് ഇതൊന്ന് വ്യക്തമായിട്ട് അറിയും. പക്ഷേ അവരെന്തു ചെയ്യുന്നു? ഈ പഴകിയ മാലിന്യങ്ങൾ, ഈ പഴകിയ മീനുകൾ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രക്തം വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ അറുക്കുമ്പോൾ അതിൻ്റെ ചോര കൊണ്ടുവരുന്നതിന് ഒരു പാർട്ടിയുണ്ട്. എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ ഈ ചോര ഈ മീനുകളിൽ ഒഴിച്ച് അതിൻ്റെ ഈ പറയുന്ന ചെകളകൾ നല്ല ചോപ്പ് സജീവമായി നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പോലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. മാത്രമല്ല അത് പറ്റി നിൽക്കുന്നതിന് ഈ പറയുന്ന മൃഗങ്ങളുടെ ചോരയിൽ പ്രത്യേക രാസവസ്തുക്കൾ ചേർത്ത്, അഥവാ എന്ത് രീതിയും നമ്മുടെ നാട്ടിൽ കച്ചവട താല്പര്യത്തിനനുസരിച്ച് നടത്താൻ കഴിയുന്ന ഒരു നാടാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആസ്പത്രികളെ നമുക്ക് സങ്കല്പിച്ചാൽ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് നമ്മുടെ ആസ്പത്രികളിൽ എന്താണ് നടക്കുന്നത്? ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ വലിയ പ്രയാസമുണ്ട്. എന്താ കാരണം? ബുക്ക് ചെയ്താൽ പോലും അയാളെ കിട്ടില്ല, അയാൾക്ക് 1 മാസത്തെ അവധിയാണ്, അയാൾ വേറെ രീതിയിലാണ്, അങ്ങനെ എന്ന് പറഞ്ഞ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എന്താണ് പ്രധാനമായും നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്കിപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്ഷണം വേസ്റ്റാക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം. അപ്പോൾ ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു വിദേശത്ത് പോയി ഒരാൾ ഭക്ഷണം വാങ്ങി കഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വാർത്തയാണ് വായിച്ചത്. ആ വാർത്തയിൽ പ്രത്യേകം പറയുന്നുണ്ട്, അദ്ദേഹം കുറച്ച് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ ഭക്ഷണം കുറച്ച് വേസ്റ്റാക്കി നിർത്തി. ഉടനെ തന്നെ അദ്ദേഹത്തെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകണം. അപ്പോൾ എന്താ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ്, നിങ്ങൾ ചെയ്ത കുറ്റം വലിയ സംഭവമാണ്. എന്താ? ഭക്ഷണം വേസ്റ്റാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് അവർക്ക്. ആ ഭക്ഷണം വേസ്റ്റാക്കൽ വലിയ തെറ്റാണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെപ്പോലെ ഇത്രയേറെ ഭക്ഷണം വേസ്റ്റാക്കുന്ന മറ്റൊരു സമൂഹവും ലോകത്തിലില്ല. അപ്പോൾ എന്തൊരു കാര്യമാണോ ആ പ്രവാചകൻ കർശനമായിട്ട് പാലിക്കാൻ ഈ സമുദായത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടുള്ള
അഥവാ തോട്ടിലെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ സമുദായം. അതാണ് ഓരോ കാര്യത്തിലും. അതിപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ എനിക്ക് സമയമില്ല. ഞാനിപ്പോൾ ഈ മത്സ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഏറ്റവും രീതിയിൽ നമുക്ക് മത്സ്യം ആവശ്യമാണ്. ആ മത്സ്യം സ്വാഭാവികമായിട്ട് ഏതെങ്കിലുമൊക്കെ വാങ്ങി നമ്മുടെ ആമാശയത്തിനകത്തേക്ക് എടുത്തിടുക എന്നത് നോക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മുടെ ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും മോശമായ പാത്രം ഏത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ മറുപടി പറഞ്ഞത് അവൻ്റെ ആമാശയമാണ്, വയറാണ്. വയറ് പോലത്തെ മോശമായ ഒരു പാത്രം അവൻ നിറച്ചിട്ടില്ല. രണ്ടു കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ആരോഗ്യപരമായ ഒരു വീക്ഷണമുണ്ട് അതിൽ. എന്തുകൊണ്ടെന്നാൽ ആ പ്രവാചകൻ വ്യക്തമായിട്ട് ഭക്ഷണം എപ്പോൾ കഴിക്കണം, ഏത് രീതിയിലുള്ള എത്ര അളവിൽ കഴിക്കണം. വീണ്ടും പറഞ്ഞു, പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ 3 ഭാഗമാക്കണം വയറിനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കിതിങ്ങനെ വയറിനെ 3ആക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞു വന്നത് ശരാശരി നിറവയറിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ എനിക്ക് വയറ് നിറഞ്ഞു അല്ലേ, എനിക്കിപ്പോൾ പള്ളം നിറഞ്ഞു, മതിയായി, എനിക്ക് നല്ല വിശപ്പ് തീർന്നു എന്നൊക്കെ തന്നെ. അത് ചില ആളുകൾ നല്ല ഡബിൾ എന്താ പറയുക ഡോസിലാണ് ഭക്ഷണം കഴിക്കാറ് ചിലരൊക്കെ. അപ്പോൾ അതുപോലെ വളരെ അവർക്ക് ഇന്ന് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളോട് പ്രവാചകൻ പറഞ്ഞു 3 ആക്കുക വയറിനെ. അതിൽ ഒരു ഭാഗം വെള്ളമായിരിക്കുക, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം അതിൽ എംറ്റി ആയിട്ട് കാലിയാക്കിയിടണമെന്നാണ്. ഇത്രയേറെ പറഞ്ഞ ഒരു ലോകഗുരുവിൻ്റെ സമുദായമാണ് ഇത്രയേറെ ഭക്ഷണം വേസ്റ്റ് ആക്കുകയും വയറ് കുത്തി നിറക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെയാണ് കല്യാണത്തിൻ്റെ വിഭവം, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അത് ഞാൻ മറ്റൊരു വ്ളോഗിൽ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറയേണ്ടത് അടിയന്തരമായിട്ടും ഇവിടുത്തെ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ട മേഖലയാണ് ഈ മനുഷ്യന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനിത്യരോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ എന്ന് പറയും വളരെ വിഷാംശമുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ അതിശക്തമായി നിരോധിച്ചിട്ടുള്ള, മാത്രമല്ല മനുഷ്യൻ്റെ ആമാശയങ്ങളെ ഇല്ലാതാക്കുന്ന, അതാണ് ഉദരരോഗങ്ങളിൽ അധികവും മലയാളിക്കുള്ളതാണ് എന്ന് പറയുന്ന ഗവേഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിലെത്തുന്ന മീൻ അതിനൊരു വലിയ ഘടകമാണ്. എന്ന് പറഞ്ഞാൽ മീനിൽ ഫോർമാലിൻ അമിതമായ അളവിൽ ചേർക്കുകയും മറ്റു വിഷാംശങ്ങൾ കലർന്ന കെമിക്കലുകൾ ചേർക്കുന്നുണ്ട് എന്ന് കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ കൈമലർത്തുകയാണ്. കാരണം എത്ര കാലം ഉണ്ട് നമ്മുടെ മീനിൻ്റെ പഴക്കമെന്ന് നോക്കാൻ, ആ മീനിൽ എത്രമാത്രമാണ് രാസവസ്തു ഉപയോഗിച്ചു എന്ന് നോക്കാൻ. ഇവിടെ ഇത്രയും കാലം യാതൊരു തരത്തിലുമുള്ള യാതൊരു സാങ്കേതിക സൗകര്യങ്ങളുമില്ല എന്ന് ഈ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരുണ്ട് താനും, എന്നിട്ട് അവരത് പിടിക്കാനാണ് ആക്കിയിട്ടുമുള്ളത്. അവർ പറയുന്ന ഒരു ഏറ്റവും ദുഃഖകരമായ വാക്കാണത്. ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് അവർ വളരെ ചെറുതായ രീതിയിൽ ചെലവ് ചെയ്ത് നോക്കണം. ഒരു മന്ത്രിയുടെ പുതിയതായ ഒരു കാറ് വാങ്ങുന്നതിൻ്റെ വില പോലുമില്ല. അതിൻ്റെ ആ ഗവേഷണത്തിൻ്റെ നൂതനമായ ആ സാങ്കേതിക വിദ്യ ഈ കേരളത്തിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ ആളുകൾ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ട് നിത്യരോഗികളായി, ഉദരരോഗികളായി, ക്യാൻസർ അടക്കമുള്ള ഈ രോഗങ്ങൾക്ക് വിധേയമാകുമായിരുന്നില്ല. അപ്പം ഞാൻ അത് പോട്ടെ. 2 ഈ മീനുകൾ. ഇനി പിന്നെ 1 നമ്മളെ പഴങ്ങളാണ്. കാർബൈഡ് പഴങ്ങൾ എന്നാണ് പറയുക. മാങ്ങയിലാണ് അത് കൂടുതൽ ചേർക്കുന്നത്. ഇതൊക്കെ ഇവിടെ അറിയാം നമുക്ക്, എന്നിട്ട് പോലും യാതൊരു സംവിധാനങ്ങളും ഇതിനെക്കുറിച്ചില്ല. മറിച്ച് ഏതെങ്കിലും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലെത്തി ആ ബിസിനസ്സുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് അതൊക്കെ എടുത്ത് പുറത്തേക്കെറിഞ്ഞ് അയാട്ട് പ്രയാസപ്പെടുത്തി ഇടങ്ങറാക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ കേന്ദ്രങ്ങൾ വലിയതായ വമ്പൻ രീതിയിലുള്ള വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇവർ ചെക്ക് ചെയ്യുന്നേയില്ല. അതെന്താ? ഈ നാടിലുള്ള കറപ്ഷൻ അത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. മറ്റൊന്ന് പിന്നെ നമുക്ക് ലഭിക്കുന്ന വെളിച്ചെണ്ണയാണ് പിന്നെ ഉള്ളത്. സർക്കാരിൻ്റെ വിതരണ ശൃംഖലകളിലൂടെ എന്ന് പറയുന്ന മാവേലി സ്റ്റോർ ആയാലും മറ്റു സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളിലൂടെ ആയാലും ഒക്കെ ലഭിക്കുന്ന വെളിച്ചെണ്ണ പാരഫിൻ വാക്സിൻ, അതാണ് നമുക്കൊക്കെ അറിയാം. മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്ന ഒരു സ്കിന്നിന് അഥവാ ചൊറിക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വാക്സിനാണ് സാധനം. അപ്പോൾ ആ വാക്സിൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനൊരു ലബോറട്ടറി ശാസ്ത്രജ്ഞനൊന്നുമല്ല, പക്ഷേ അത് സത്യമാണ്. വെളിച്ചെണ്ണ ലേശമെടുത്തിട്ട് ഇത് സത്യമാണോ എന്നറിയാൻ തങ്ങളുടെ തന്നെ പ്രദേശത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ പാരഫിൻ വാക്സിൻ്റെ കുപ്പി വളരെ വില കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു 20-30 ഉറുപ്പികയ്ക്ക് താഴെ കിട്ടും. അത് ചെറുത്.
അപ്പോൾ ഞാനൊരു ലേശം വളരെ കാറി പഴകി കളർ മാറ്റം സംഭവിച്ച ലേശം വെളിച്ചെണ്ണയിലൊന്ന് ഒരു തുള്ളി ഉറ്റിച്ച് നോക്കിയതോടുകൂടെ അത് വളരെ പവർഫുള്ളായി പ്രകാശിക്കുന്ന വെളിച്ചെണ്ണ പോലെ എനിക്ക് അനുഭവമുണ്ട്. അപ്പം ഞാനിതൊക്കെ പറയുന്നത് ഇനിയും ഈ കേരളീയർ ഈ വക മീനുകളിൽ നിന്ന് സ്വാഭാവികമായിട്ട് സ്വയം പിന്തിരിയണം. കാരണം ഇവിടുത്തെ ഭരണകൂടം നമ്മളെ രക്ഷിക്കുമല്ലോ എന്നൊന്നും വിചാരിക്കുന്നതിന് പകരം സ്വയം അതിൻ്റെ പ്രതിരോധം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മീനുകളായാലും പഴങ്ങളായാലും മറ്റു ഫ്രൂട്ടുകളായാലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണുള്ളത്. നമ്മൾ അധ്വാനിച്ചിട്ടുള്ള പണമാണ്. സാമ്പത്തികമായി വളരെ പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ചികിത്സാ ചെലവ് താങ്ങുന്നതല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല ഗുണകരമായ ന്യൂസുകളുമായി നിങ്ങളെ സമീപിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.